G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ അന്നമ്മനടയിൽ ചാലക്കുടി പുഴയുടെ പടിഞ്ഞാറേക്കരയിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ശിവക്ഷേത്രമാണ് അന്നമ്മനട മഹാദേവ ക്ഷേത്രം. കിരാതമൂർത്തി സങ്കല്പത്തിലുള്ള പരമശിവനാണ് ഇവിടത്തെ മുഖ്യപ്രതിഷ്ഠ. അന്നമ്മനടത്തേവർ എന്നറിയപ്പെടുന്ന ഈ ശിവഭഗവാനോടൊപ്പം തുല്യ പ്രാധാന്യത്തിൽ പാർവതീദേവിയും മഹാവിഷ്ണുവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, നരസിംഹം, ദുർഗ, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവർക്കും ഉപദേവതാ സാന്നിധ്യമുണ്ട്. പരശുരാമ പ്രതിഷ്ഠിതമായ കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ ഒന്നാണിത് എന്നതാണ് ഐതിഹ്യം. കേരളത്തിലെ പഞ്ചവാദ്യ രംഗത്തിലെ മുടിചൂടാമന്നന്മാരായിരുന്ന അന്നമ്മനടത്രയം എന്നറിയപ്പെട്ടിരുന്ന കലാകാരന്മാരും അവരുടെ അനന്തരവനായ ചെറിയ പരമേശ്വരന്മാരാരും ഈ ക്ഷേത്രത്തിലെ അടിയന്തരക്കാരായിരുന്നു. ഇതുകൂടാതെ അനേകം കലാകാരന്മാർ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ ക്ഷേത്രകലകളെ ഈ ദേവാലയം ശക്തമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായ മാന്ത്രാംഗം കൂത്ത് ഉത്ഭവിച്ചത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെന്നതും പ്രത്യേകതയാണ്. കുംഭമാസത്തിൽ തിരുവാതിര നാളിൽ ആറാട്ടു നടക്കുന്ന രീതിയിൽ ആഘോഷിക്കുന്ന 10 ദിവസത്തെ കൊടിയേറ്റുത്സവമാണ് ഇവിടത്തെ പ്രധാന ആണ്ടുവിശേഷം. പ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടൊപ്പം തന്നെയാണ് ഇവിടെയും ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. ഇതുകൂടാതെ ശിവരാത്രി, അഷ്ടമി രോഹിണി, ധനു, തിരുവാതിര, നരസിംഹ ജയന്തി, നവരാത്രി, തൃക്കാർത്തിക എന്നിവയും ഇവിടെ പ്രധാനമായി ആചരിക്കുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. അന്നമ്മനട എന്ന പേര് വന്ന വഴി ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സമീപം ഒരു കാലത്ത് ചാലക്കുടി പുഴ ഒഴുകിയിരുന്നതായാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു വലിയ തടാകവും ഉണ്ടായിരുന്നു. പുഴ ഈ തടാകത്തിൽ ചേർന്ന് പിന്നീട് പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. ആ തടാകത്തിൽ ധാരാളം അരയന്നങ്ങൾ ഉണ്ടായിരുന്നു. അവയുടെ സുന്ദരമായ നടത്തം കാണുന്നത് അതിമനോഹരമായ കാഴ്ചയായിരുന്നു. അന്നയന്നങ്ങളുടെ ആവാസ കേന്ദ്രമായതിനാൽ ഈ പ്രദേശം അന്നമ്മനട എന്നറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ ഹംസയാനപുരം എന്ന അപരനാമവും അന്നമ്മനടയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്ര സ്ഥാപന ചരിത്രം. ഈ ക്ഷേത്രത്തിൽ ആദ്യം പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത് ഇന്നത്തെ പ്രധാന ശ്രീകോവിലിന്റെ വടക്ക് ഭാഗത്ത് പ്രത്യേകം നിർമ്മിച്ച വട്ട ശ്രീകോവിലിൽ കുടികൊള്ളുന്ന മഹാവിഷ്ണു ഭഗവാനാണ്. വടക്കും തേവർ എന്നറിയപ്പെടുന്ന ഈ ഭഗവാന്റെ ശ്രീകോവിലിന്റെ തെക്കു ഭാഗത്താണ് പിന്നീട് സ്വയംഭൂവായി 4 അടി ഉയരമുള്ള ശിവലിംഗം അവതരിച്ചതെന്നാണ് വിശ്വാസം. ഒരു കാലത്ത് ഇന്നത്തെ അന്നമ്മനടയും സമീപ പ്രദേശങ്ങളും ഉൾപ്പെട്ടിരുന്ന ആളൂർ ഗ്രാമത്തിന്റെ ഗ്രാമക്ഷേത്രമായിരുന്നു അന്നമ്മനട മഹാവിഷ്ണു ക്ഷേത്രം. 32 നമ്പൂതിരി കുടുംബങ്ങൾക്കായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ഊരായ്മ. ഇന്ന് ശിവന്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അന്നേരം കാടുപിടിച്ച പ്രദേശമായിരുന്നു. ഒരു ദിവസം പുല്ല് ചെത്താൻ വന്ന ഒരു സ്ത്രീ കയ്യിലുണ്ടായിരുന്ന അരിവാളിന് മൂർച്ച കൂട്ടാൻ അടുത്തുള്ള ഒരു ശിലയിൽ ഉരച്ചപ്പോൾ അതിൽ നിന്ന് രക്തധാര ഒഴുകിയതായി കണ്ടു. ഭയന്ന അവർ വിവരം പുറക്കാട്ടു വെള്ളിമനയിലെ വലിയ നമ്പൂതിരിയെ അറിയിച്ചു. ജ്യോത്സ്യനും കൂടിയായിരുന്ന നമ്പൂതിരി സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ അത് സ്വയംഭൂവായ ശിവലിംഗമാണെന്ന് കണ്ടെത്തി. തുടർന്ന് ശിവന് ആദ്യ നിവേദ്യമായി അല്പം ശർക്കര സമർപ്പിക്കുകയും മറ്റില്ലക്കാരുമായി ചേർന്ന് ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. പേരുകേട്ട തച്ചുശാസ്ത്ര വിദഗ്ധന്മാരെ വിളിച്ചു വരുത്തി മാസങ്ങൾക്കുള്ളിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി. മഹാവിഷ്ണുവിന്റെ 4 അമ്പലത്തിന് തെക്കുഭാഗത്തായി മഹാദേവന് വേണ്ടി വലിയ ചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ, കൊടിമരം, ബലിക്കല്ല് എന്നിവ സ്ഥാപിച്ചു. അതേ ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതി ദേവിയെയും തെക്കോട്ട് ദർശനമായി ഗണപതി, ദക്ഷിണാമൂർത്തി എന്നിവരെയും പ്രതിഷ്ഠിച്ചു. പ്രധാന പൂജകളും ഉത്സവങ്ങളും ദേശദേവസ്ഥാനവും മഹാദേവൻ ഏറ്റെടുത്തു. അങ്ങനെയാണ് അന്നമ്മനടയിൽ മഹാദേവ സാന്നിധ്യം പ്രബലമായത്. മുമ്പ് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന മഹാവിഷ്ണുവിനെ ഇന്നും തുല്യ പ്രാധാന്യത്തോടെ കണക്കാക്കുന്നു. ആദ്യ നിവേദ്യമായ ശർക്കര ഇന്നും അന്നമ്മനട തേവരിന് പ്രധാന നിവേദ്യമായി തുടരുന്നു. കേരളത്തിലെ
32 ഗ്രാമക്ഷേത്രങ്ങളിൽ ഒന്നായതുകൊണ്ട് ഈ അമ്പലം ഏകദേശം 1200 വർഷം പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ആദ്യം ഈ അമ്പലത്തിന്റെ നടത്തിപ്പ് ഇവിടുത്തെ താമസക്കാരായിരുന്ന 10-12 നമ്പൂതിരിമാർ ചേർന്ന് നടത്തിയിരുന്നത്. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരിയുടെ ഭരണകാലത്ത് ഈ മേൽക്കോയ്മ അടിച്ചമർത്തപ്പെട്ടു. പിന്നീട് അമ്പലത്തിന്റെ നടത്തിപ്പ് അവകാശം സാമൂതിരിയുടെ കയ്യിൽ നിന്ന് തിരുവിതാംകൂർ ഭരണത്തിന് കൈമാറപ്പെട്ടു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം.